നമസ്കാരം. നമ്മളുടെ ടി.ജി. മോഹൻദാസ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്? അതിനെക്കുറിച്ചുള്ള വീഡിയോകൾ നിരക്കെ പരക്കെ വരുന്നുണ്ട്. അദ്ദേഹം ഉണ്ട തിന്നുകയാണ്, അഴിയെണ്ണുകയാണ്, പോലീസ് ചവിട്ടിക്കൂട്ടി. ഇതെല്ലാത്തിനും പുറമെ അദ്ദേഹത്തിനെ വിലങ്ങ് വെച്ച് 2 പോലീസുകാർ 2 വശത്തായിട്ട് പിടിച്ച് കൊണ്ടുപോകുന്ന ഒരു ചിത്രം, വളരെ വൈറലായിട്ടുള്ള ചിത്രമാണത്. അതേക്കുറിച്ച് ഒരാൾ പറഞ്ഞത്, അദ്ദേഹം ഒരു മുസ്ലിമാണ്. അദ്ദേഹം പറഞ്ഞ സ്ഥിരം വീഡിയോ ഇടുന്ന ഒരാളാണ്, സരസമായിട്ട്. അദ്ദേഹം പറഞ്ഞത്, ഈ മനുഷ്യനെ 2 പോലീസുകാർ പിടിച്ചിട്ടുള്ളത് ഓടിപ്പോകുമെന്ന് കരുതിയിട്ടല്ല, കയ്യും വിട്ട് വിലങ്ങിൻ്റെ ഭാരം സഹിക്കാതെ കുഴഞ്ഞു വീഴുമെന്ന് കരുതിയിട്ട് അവർ പിടിച്ചതാണെന്ന്. അതിനു പുറമെ ടി.ജി. മോഹൻദാസിൻ്റെ അമ്മയെക്കുറിച്ച്, ബലാത്സംഗത്തിലുണ്ടായവനാണ് ടി.ജി. മോഹൻദാസ് എന്നിത്യാദി കാര്യങ്ങൾ മുഴുവൻ ഞാൻ പറയുന്നില്ല. അതിപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ടി.ജി. മോഹൻദാസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ നൂറുകണക്കിനല്ല ആയിരക്കണക്കിന് ആളുകൾ ഉടനെ തന്നെ അദ്ദേഹത്തെ അധിക്ഷേപിച്ചും അവഹേളിച്ചും അച്ഛനമ്മമാരെ ചേർത്തും ഭാര്യയെ ചേർത്തും പെങ്ങന്മാരെ ചേർത്തൊക്കെ ഉള്ള കമൻറ്റുകളുമായിട്ട് വരുന്നുണ്ട്. ഈ വരുന്നത് മുഴുവൻ മുസ്ലിം നാമധാരികളാണ്. അവരെല്ലാവരും ഫേക്കുകളാണ്. മുസ്ലിം നാമധാരികളായിട്ട് അവതരിക്കുന്ന വേറെ കുറേ അലവലാദികളാണ് കൾപ്രിറ്റ്സ്. ഓക്കെ, സമ്മതിച്ചിരിക്കുന്നു. ഞാൻ ആദ്യം വിചാരിച്ചത് ഈ ഫേക്കായിട്ടുള്ള ഐഡിയയിൽ വരുന്ന ആൾക്കാരൊക്കെയും 1, 2, 3 ആൾക്കാർ രസത്തിന് തമാശയ്ക്ക് ചിലപ്പോൾ കയറി വന്ന്, പക്ഷെ ആയിരക്കണക്കിന് ആളുകൾ ഫേക്കാണെന്ന് പറയാൻ പറ്റില്ല. ഇനി അങ്ങനെ ഫേക്ക്, അങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഉണ്ടെങ്കിൽ അത് സമൂഹത്തിൻ്റെ ഇക്വിലിബ്രിയം നഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതാരാണ് കണ്ടെത്തേണ്ടത്? ഇവിടുത്തെ പോലീസ് വകുപ്പിൻ്റെ ആളുകൾ, തീർച്ചയായിട്ടും ആഭ്യന്തരമന്ത്രി, പോലീസ് വകുപ്പിൻ്റെ ആൾക്കാർ തന്നെയാണ് അത് കണ്ടെത്തേണ്ടത്. ഞാൻ നമ്മളുടെ വ്യവസായ മന്ത്രിയായിരിക്കുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബിന് എതിരെ അദ്ദേഹം നിലവിളക്ക് അദ്ദേഹം മാത്രം കൊളുത്തിയില്ല ആ വേദിയിൽ. അതിലെനിക്ക് തോന്നിയ മനോവിഷമം, അത് ഞാൻ കടുത്ത വാക്കുകളിലൂടെ, സഭയ്ക്ക് കൊള്ളാത്ത വാക്കുകളിലൂടെ, അസഭ്യമായിട്ടുള്ള വാക്കുകൾ ചേർത്ത് ഞാനൊരു വീഡിയോ ഇട്ടു. ആ വീഡിയോ ഇട്ട് കഴിഞ്ഞ് പലരും എന്നെ വിളിച്ചു പറഞ്ഞു അത് ശരിയായില്ല എന്ന് വിളിച്ചു പറഞ്ഞു. അതിനെക്കുറിച്ച് പല ചർച്ചകൾ നടന്നു. എന്നോട് എൻ്റെ സുഹൃത്ത് വിളിച്ചു പറഞ്ഞു, അങ്ങനൊരു വീഡിയോ ഇടാൻ പാടില്ലായിരുന്നു, അതെ അങ്ങനെ ഒരാളല്ല, വേറൊരാളെക്കുറിച്ചായിരുന്നെങ്കിൽ ഇത്രയും ഞാൻ പറയുമായിരുന്നില്ല എന്ന് പറഞ്ഞ് വലിയ തലത്തിലിരിക്കുന്ന ആൾ എന്നെ വിളിച്ചു പറഞ്ഞു. അതിനെക്കുറിച്ച് ചർച്ചകൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വാതിൽമേ അടി കേൾക്കുന്നത്. അതുപോലെ ശക്തമായിട്ടുള്ള അടിയായിരുന്നു. എനിക്ക് തോന്നി അത് പോലീസുകാരാണെന്ന്. ഞാൻ വാതിൽ തുറന്നു. ഈ പോലീസുകാരാണെങ്കിൽ തന്നെയും കേരളത്തിലെ പോലീസുകാരാണല്ലോ. വാതിൽ തുറന്നുകൊണ്ടാണ് ചോദിച്ചത്, മലപ്പുറത്ത് നിന്നാണോ? അതെ. പോലീസുകാരാണോ? അതെ. അവരെല്ലാവരും വന്നു. അതിൻ്റെ ഹെഡായിരുന്ന ആൾ ആ സ്റ്റേഷൻ, മലപ്പുറം സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലെ ഒരു ഷാജഹാൻ എന്ന് പറഞ്ഞ ആളായിരുന്നു. SHO ആണ്. വളരെ ചെറുപ്പം. ഇവിടുന്ന് ആൾക്കൊരു 40-45 വയസ്സുണ്ടാവുള്ളൂ. അത്രയും ഉണ്ടാവും തോന്നുന്നില്ല, എൻ്റെ മകൻ്റെ പ്രായം. അദ്ദേഹം ഇവിടെ വന്ന് അവരുടെ നിയമപ്രകാരമുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ഇതെല്ലാം കഴിഞ്ഞ് മലപ്പുറത്തേക്ക് ചെല്ലാനാണ് പറഞ്ഞത്. അറസ്റ്റ് ചെയ്യാൻ വന്നവരാണ്.
പിന്നെ അറസ്റ്റ് ചെയ്ത് പൂട്ടിയിട്ട് കൊണ്ടുപോകേണ്ട ഒരാളെല്ലാം തോന്നി. അവരാദ്യം ഒരുങ്ങൂ നമുക്കിപ്പോൾ പോകണമെന്ന് പറഞ്ഞെങ്കിലും ഞാൻ ഓക്കെ പറഞ്ഞു. എൻ്റെ ഡ്രസ്സുകൾ എടുത്തു വെച്ചു. പക്ഷേ അദ്ദേഹം പറഞ്ഞു സമയം കിട്ടുമ്പോൾ വന്നാൽ മതി, 2 ദിവസത്തിനകത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഉടനെ തന്നെ വരാം, എന്നാൽ 2 ദിവസത്തിനകത്ത് വരുമെന്ന് പറഞ്ഞു. അവിടെ പോയിട്ട് അദ്ദേഹം എന്നെ എടുത്തിട്ട് മർദ്ദിച്ചു, കലക്കിക്കളഞ്ഞു. എൻ്റെ ശരീരത്തിലായിരുന്നില്ല മർദ്ദനമേറ്റത്. അദ്ദേഹം മർദ്ദിച്ചത് മൃദുവായ രീതിയിൽ എൻ്റെ മനസ്സിനെയാണ് മർദ്ദിച്ചത്. എൻ്റെ മകൻ്റെ പ്രായം ഉള്ള അദ്ദേഹം ആ സ്ഥാനത്തിരുന്നു കൊണ്ട് പറഞ്ഞൊരു വാക്ക് അതെൻ്റെ മനസ്സിൽ ഒരു മർദ്ദനം പോലെയാണ് ഏറ്റത്. സ്വാമി അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. സ്വാമിക്കൊരു തലമുണ്ട്, അത് ഞങ്ങൾ സംസാരിച്ചപ്പോൾ മനസ്സിലായി. ആ തലത്തിലൂടെ രാജ്യത്തിന് ഗുണകരമായിട്ടുള്ള എന്തെല്ലാം, സമൂഹത്തിന് ഗുണകരമായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾ സ്വാമിക്ക് ചെയ്യാൻ പറ്റും. ഞങ്ങൾ അന്വേഷണത്തിൽ അത്തരം കാര്യങ്ങൾ ചെയ്തയാളാണ് സ്വാമി എന്നും ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് തുടരും. കേസ് പിന്നെ അതിൻ്റെ വഴിക്ക് പോകും. ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോന്നു. തിരിച്ചിവിടെ വന്ന ഉടനെ തന്നെ ഇതേ TG മോഹൻദാസിനുണ്ടായ അനുഭവമാണ് എനിക്കുണ്ടായത്. ചാമി ഉണ്ട തിന്നുന്നു, ചാമിയെ കൂട്ടിലടച്ചു, ചാമിയെ ചവിട്ടിക്കൂട്ടി. അത് പോലീസിന് അപമാനമാണ്. അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് പറഞ്ഞത്. സ്റ്റേഷൻ SHO ആയ ഷാജഹാൻ എന്ന് പറഞ്ഞ അദ്ദേഹം എന്നെ മർദ്ദിച്ചു എന്ന് ആദ്യം ഞാൻ പറഞ്ഞത്. മർദ്ദനം പല രീതിയിലാണ്. എൻ്റെ മുഖത്ത് നോക്കിയ ഒരാൾ, ഞാൻ എന്തെങ്കിലും അസംബന്ധം കാണിച്ച ഒരാളെ മുഖത്ത് നോക്കി, നിങ്ങൾക്ക് നാണമില്ലേ സ്വാമി എന്ന് വെച്ചാൽ അത് മർദ്ദനമാണ്. ആ മർദ്ദനം ചെവിടത്തോ അല്ലെങ്കിൽ ഈ ചെവിടത്തോ അല്ലെങ്കിൽ തലയമലോ നെഞ്ചത്തോ അല്ല, മനസ്സിനേൽക്കും. എൻ്റെ മനസ്സിനത് ഏറ്റു. ഞാൻ പേടിച്ചു പോയി. വാസ്തവത്തിൽ ജയിലിൽ പോകുന്ന കാര്യമോ കോടതി കാര്യമോ പോലീസ് സ്റ്റേഷനിൽ പോകുന്ന കാര്യമല്ല പേടിച്ചത്, ഞാൻ എന്നെ പേടിച്ചു. അവരുടെ പ്രവൃത്തി കൊണ്ട് എന്നിലൊരു ഭയം ഉളവാക്കി. എന്നെക്കുറിച്ചുള്ളൊരു ഭയമാണ് ഉളവാക്കിയത്. ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന സമയത്ത് വലുതായിട്ടുള്ള പ്രകോപനങ്ങൾ. അന്നും അദ്ദേഹം പറഞ്ഞു, SHO ആയ ഷാജഹാൻ തന്നെ പറഞ്ഞു, കമൻറ്റുകൾ ആരിടും എന്തിടുന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മളതിൻ്റെ പുറയിൽ പോകുന്ന നിഴലിനോട് യുദ്ധം ചെയ്യുന്ന പോലെയാണ്. ഒരാളെ എന്നെ കയറിയിട്ട് പട്ടി എന്ന് വിളിച്ചു എന്നിരിക്കട്ടെ, ഞാൻ തിരിച്ച് അവൻ നീ വേട്ടാവളിയനാണ് എന്ന് പറഞ്ഞാൽ അവനത് കേൾക്കുന്നില്ല. അവനിത് പറഞ്ഞ് അവൻ്റെ വഴിക്ക് പോയി. അപ്പം നിഴലിനോടാണ് സ്വാമി യുദ്ധം ചെയ്യുന്നത്. അതിനി അരുത്. കമൻറ്റ് ആരിടുന്നു എന്തിടുന്നു ഒന്നും നമുക്കറിയില്ല. ഇവിടെ വന്ന് പിന്നെ ഞാൻ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതായി. അതെനിക്ക് മനസ്സിൽ സന്തോഷമുണ്ടാക്കി. പക്ഷെ പറഞ്ഞു വരുന്നത്, ഞാനിവിടെ തിരിച്ചു വന്നതിന് ശേഷം എൻ്റെ ഞാനൊരു മൊബൈൽ വാങ്ങിച്ചു. ആ മൊബൈലിനകത്ത് നിറക്കപ്പരക്ക് ആയിരക്കണക്കിന് വീഡിയോസാണ് പിള്ളേരിട്ടിട്ടുള്ളത്. അതിൽ കുറേ പിള്ളേർ, എനിക്കറിയാവുന്ന കുന്നംകുളത്തുള്ള ഒരാൾ, അദ്ദേഹം ഒരിക്കൽ എന്നോട് ഒരു ചെറിയ സഹായം, ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് സഹായം വേണമെന്ന് പറഞ്ഞപ്പോൾ, ലോകത്തിൽ ആരും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നോട് അദ്ദേഹം ചോദിച്ച്, സ്വാമി എനിക്കൊരു 2000 രൂപ അയച്ചു തരുമോ ചോദിച്ചു. പക്ഷേ അദ്ദേഹം ഒരു വളരെ മെച്യൂർഡായിട്ടുള്ള ആൾ, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളായതുകൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി, ഞാൻ അയച്ചു കൊടുത്ത 5000 രൂപയാണ്. അദ്ദേഹം എൻ്റെ കുഞ്ഞാലിക്കുട്ടി സാഹുവായിട്ടുള്ള ആ ഒരു വീഡിയോയിനകത്ത് സ്വാമി അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, അസഭ്യം പറയാൻ പാടില്ലായിരുന്നു, അത് തെറ്റാണ് ചെയ്തത്, മോശമാണ് ചെയ്തത്, സ്വാമി മാപ്പ് പറയണം എന്നൊക്കെയും പറയാം. പക്ഷെ കൂട്ടത്തിലൊരു കാര്യം പറഞ്ഞു, ഈ സ്വാമി ഒരു കള്ളനാണെന്ന്. ഞാൻ മറുപടി അപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ അടിയിലിട്ടു. ഇത്ര മാത്രമേ ഇട്ടിട്ടുള്ളൂ. അങ്ങനെ താങ്കളും എന്നെ കള്ളൻ എന്ന് വിളിച്ചു അല്ലേ എന്ന്. അപ്പോൾ അതങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു മുസ്ലിമാണെന്ന് എനിക്കറിയാം. ഇതുപോലെ എന്നോട് ആഭിമുഖ്യം വെച്ച് പുലർത്തിയ പല ആളുകളും അതിനകത്ത് വന്നിരുന്ന് എനിക്കെതിരെ വീഡിയോ ഇട്ട ആളുകളുടെ വീഡിയോൻ്റെ പേര് നോക്കുമ്പോഴും പറയുന്ന ആളുടെ പേര് നോക്കുമ്പോഴും കമൻറ്റിൽ വരുന്ന എല്ലാം മുസ്ലിം നാമധാരികളാണ്. ഇതൊരു അപകടകരമായിട്ടുള്ള അവസ്ഥയല്ലേ? എനിക്കൊരു അപകടകരമായിട്ടുള്ള അവസ്ഥയും സംജാതമാക്കാൻ പറ്റില്ല. കാരണം സന്യാസ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ആശ്രമമായിട്ട് ബന്ധപ്പെട്ടാന്ന് പലരും കരുതുന്നുണ്ട്, അല്ലാത്തതുണ്ട്.
മഠങ്ങളുണ്ട്, സന്യാസ മഠങ്ങളുണ്ട്. അതുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് പോകുന്ന സന്യാസിമാരുണ്ട്. ഞാൻ അത്തരത്തിലൊരാളല്ല. ഞാൻ പഠിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എൻ്റെ തന്നെ ഗുരുനാഥൻ പറഞ്ഞത്, ഓക്കെ, വെൽഡേറ്ററി ഫംഗ്ഷനിൽ പറഞ്ഞത്, നിങ്ങൾ എന്ത് ചെയ്താലും ഒരിക്കലും ഡോണ്ട് ട്രൈ ടു എസ്റ്റാബ്ലിഷ് ഒരു മഠം, ദെൻ യു ബിക്കം മഠയാധിപതി, നോട്ട് മഠാധിപതി, മഠയാധിപതി. കാരണം നിങ്ങൾ വലിയൊരു ഹൗസ് ഹോൾഡറായിട്ട് മാറും, ഗൃഹസ്ഥാശ്രമിയായിട്ട് മാറും. ഒരു ഗൃഹസ്ഥാശ്രമം ഉപേക്ഷിച്ച് വേണ്ടെന്ന് വെച്ച് മഠമുണ്ടാകുമ്പോൾ ശിഷ്യന്മാരായിരിക്കും പിന്നെ നിങ്ങളുടെ മക്കളും മക്കളുടെ മക്കളൊക്കെ. അത് വലിയ പ്രാരബ്ധമായിരിക്കും. അതുകൊണ്ട് ഞാനത് ചെയ്തില്ല. അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പല കാര്യങ്ങളും പറഞ്ഞെന്ന് മാത്രം. എന്തായാലും അതിൻ്റെ പുറകിൽ ആയിരക്കണക്കിന് ആളുകൾ ഇപ്രകാരം അവഹേളിച്ചുകൊണ്ട്, അധിക്ഷേപിച്ചുകൊണ്ട്, കൂടുതൽ പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട്, അതാണ് ശരിയായിട്ടുള്ള വാക്ക്, പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് എനിക്ക് നേരെ തിരികെയാണ്. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എവിടെ പോയാലും എൻ്റെ അടിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ആ പറയുന്നവരുടെ ഇഷ്ടം എന്തോ ആകട്ടെ. അതിന് നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ, ആരാന്ന് നമുക്കറിയില്ലല്ലോ. ഏതായാലും എന്നോട് പലരും പറഞ്ഞു, നിങ്ങൾക്കറിയാവുന്ന ഷാജഹാൻ എന്ന് പറയുന്ന ISHO അദ്ദേഹവും പറഞ്ഞു, അതൊന്നും മൈൻഡ് ചെയ്യാൻ പോകണ്ടാണ്. ഞാനിപ്പോൾ അത് മൈൻഡ് ചെയ്യാറില്ല, എൻ്റെ വഴിക്ക് ഞാൻ പോകുന്നു, അത്രമാത്രം. ഇപ്പോൾ TG മോഹൻദാസിൻ്റെ അദ്ദേഹത്തിൻ്റെ സംഭവം ഉണ്ടായ സമയത്തും ഇത് തന്നെ അവിടെ ആവർത്തിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും വീഡിയോ വരുമ്പോൾ അതിന് താഴെ ഭയാനകമായിട്ടുള്ള ടെറിബിൾ തെറി പ്രയോഗങ്ങൾ നടത്തുകയാണ്. അതും നിങ്ങൾക്ക് ആർക്ക് നോക്കിയാലും കാണാൻ പറ്റും, മുഴുവൻ മുസ്ലിം നാമധാരികളാണ്. പക്ഷേ ഞാൻ നിങ്ങളോട് തന്നെ പറയുന്നു, ഒക്കെയും ഫേക്കാണ് കേട്ടോ, ഒക്കെയും ഫേക്കാണ് കേട്ടോ, എല്ലാം ഫേക്കാണ് കേട്ടോ. ആയിരക്കണക്കിന് മുസ്ലിം നാമധാരികളുടെ ആ വീഡിയോസും അവരുടെ കമൻറ്റുകളും മുഴുവൻ ഫേക്കാണ് കേട്ടോ. അങ്ങനെ വിചാരിക്കുന്നതാണ് സുഖമല്ലേ? പക്ഷേ അങ്ങനെ ഞാൻ വിചാരിക്കുന്നു, നിങ്ങൾ വിചാരിക്കുന്നു, എല്ലാവരും വിചാരിക്കുന്നു എന്ന് പറയാൻ പറ്റുമോ? ഞാൻ വിചാരിക്കുന്നു, നിങ്ങൾ വിചാരിക്കുന്നു, എല്ലാവരും ഇങ്ങനെ വിചാരിക്കുന്നു എന്ന് പറയാൻ പറ്റുമോ? ആയതുകൊണ്ട് തന്നെ TG മോഹൻദാസ് എല്ലാവരും വെടിവെച്ച് കൊല്ലണമെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വീഡിയോ ഇട്ട സമയത്ത് അദ്ദേഹത്തിനെതിരെ RSSൻ്റെ ആളുകളും BJPയുടെ ആളുകളും ഐക്യവേദിയുടെ ആളുകളും അവരും ശശികല ടീച്ചറൊക്കെയും അദ്ദേഹത്തെ പഴിച്ചുകൊണ്ടാണ് വീഡിയോ ഇട്ടത്. അഥവാ അദ്ദേഹത്തിന് അനുരോധമായിട്ട് വാക്കുകളെ കൊണ്ട് അദ്ദേഹത്തെ പുകഴ്ത്തിയൊന്നുമില്ല. പക്ഷെ അതിന് ശേഷം വന്നിട്ടുള്ള വീഡിയോകൾ, അതിനുശേഷം വീണ്ടും അദ്ദേഹത്തെ അവഹേളിച്ച് അദ്ദേഹത്തിന് അമ്മയുടെ, പെങ്ങളുടെ, ഭാര്യയുടെ ഒക്കെ പേര് പറഞ്ഞിട്ട് ഇതെല്ലാം കണ്ടോടുകൂടിയിട്ട് അദ്ദേഹത്തോടൊരു മൃദു സമീപനമാണ് നേരത്തെ അദ്ദേഹത്തിനെതിരായിട്ട് സംസാരിച്ചവർക്ക് പോലും വന്നത്. അപ്പോൾ എവിടെയോ ഒരു കൂട്ടം ആളുകൾ, അത് വരുന്ന കമൻറ്റുകൾ മുഴുവൻ ഏകാത്മകതയുള്ളതാണ്. അപ്പോൾ ഏതോ ഒരു സോഴ്സിൽ നിന്നുള്ള ഡയറക്ഷൻ, ഇങ്ങനെ ഇട്ടോ എന്നൊരു ഡയറക്ഷനിൽ വെച്ചുകൊണ്ടാണ് മുസ്ലിം നാമധാരികൾ, ഫേക്കാണ് കേട്ടോ, ഞാൻ ഫേക്ക് എന്ന് വീണ്ടും പറഞ്ഞല്ലോ, ഫേക്കായിട്ടുള്ള മുസ്ലിം നാമധാരികൾ എന്താ പറയട്ടെ, ഇവർക്ക് എവിടെ നിന്നോ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. എല്ലാവരും ഒരേ തരത്തിലുള്ള കമൻറ്റുകളാണ് ഇടുന്നത്. ഇത് സമൂഹത്തിന് ഗുണകരമാണോ? ഈ ഒരു കാര്യം ആരാണ് അറിയേണ്ടത്? ഏറ്റവും കുറഞ്ഞത് 2 ദിവസമായിട്ട് പ്രചരിക്കുന്ന ഒന്നാണ് TG മോഹൻദാസിനെ വിലങ്ങ് വെച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ വീഡിയോ, ഈ വിലങ്ങിട്ട് കൊണ്ടുപോകുന്ന AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അത് ഒരുക്കിയത് ആരാണെന്ന് കണ്ടെത്താൻ കേരള പോലീസിന് എത്ര സമയം മതി? ഇനി ഒരിക്കൽ ഞാൻ മലപ്പുറം സൈബർ പോലീസിലിരിക്കുമ്പോൾ അവിടുത്തെ ആ പോലീസിൽപ്പെട്ട ആളുകൾ പിന്നീട് എൻ്റെ ചോദ്യം ചെയ്യലും മറ്റുള്ള കാര്യങ്ങളും തെളിവെടുപ്പ് ഇത്യാദി കാര്യങ്ങൾ കഴിഞ്ഞ ശേഷം പിന്നെ പോരുന്ന സമയത്ത് സ്വാമി ഇപ്പം എങ്ങനെ എപ്പോഴങ്ങോട്ട് പോണേ എന്നിത്യാദി കാര്യങ്ങൾ, ആഹാരം കഴിച്ചോ എന്നൊക്കെ കാര്യങ്ങൾ ചോദിക്കുന്ന കൂടുതൽ കാര്യം പറഞ്ഞു. ഈ ഫോട്ടോ കണ്ടോ? ഏതോ കാർഗിലോ ഏതോ സ്ഥലത്ത് ഒരുത്തനെ അവൻ അവിടെ പോയിരിക്കുക, അവിടെ പോയി പിടിച്ചു. അതൊരു അത്ഭുതമല്ല, ഇന്നത്തെ കാര്യത്തിൽ അത്ഭുതമല്ല. ഇനി ഒരു ഒളിവിൽ പോകണമെങ്കിൽ അവൻ ഭാര്യയും മക്കളെയും വീടും നാടും ബന്ധവും സ്വന്തവും അവൻ്റെ ഐഡൻറ്റിറ്റിയും എല്ലാം കളഞ്ഞ് പിന്നെ ഈ വക മൊബൈൽ കൈകൊണ്ട് പോലും തൊടാൻ പാടില്ല.
അങ്ങനെയാണെങ്കിൽ സുകുമാരക്കുറുപ്പിൻ്റെ പോലെ സ്വയം ശിക്ഷയേറ്റ് വാങ്ങി എവിടെയെങ്കിലും കാട്ടുമുകിൽ ജീവിക്കാമെന്ന് മാത്രം. അതും ഉറപ്പൊന്നുമില്ല, എപ്പോഴാണ് കയറി പിടിക്കാന്നുള്ള ഉറപ്പൊന്നുമില്ല. അപ്പോൾ ഈ പറയുന്ന വീഡിയോ, ഇദ്ദേഹത്തെ വിലങ്ങ് വെച്ച് കൊണ്ടുപോകുന്ന വീഡിയോ അല്ല, ഒരു ഫോട്ടോ. ആ ഫോട്ടോ ഇട്ട ആൾ ആരാണ് എന്ന് അറിയേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അറിയേണ്ടതുണ്ട്. കാരണം എന്താണ്, അത് സമൂഹത്തെ കലുഷമാക്കാനല്ലേ ഉപകരിക്കുക. അതേ സമയത്ത് ഇത് ഈ ഫേക്കുകളാണ് എന്നുകൾ പറയുന്നുണ്ട്. പക്ഷേ എന്താ ഈ ഫേക്കുകൾ മുഴുവൻ മുസ്ലിം നാമധാരികൾ? അതൊരു ചോദ്യമാണല്ലോ. ഏതെങ്കിലും ബാലകൃഷ്ണനോ നാരായണൻകുട്ടിയോ അനന്തരാമനോ ജോസഫോ ഫേക്കായിട്ട് വരുന്നില്ലല്ലോ. അപ്പോൾ എന്തായാലും എന്തോ ശരിയല്ലായ്മകൾ, വകതിരിവില്ലാത്ത അവിവേകികളായിട്ടുള്ള ആളുകൾ എല്ലാവർക്കും ഉണ്ടാകാം. എനിക്കും ഉണ്ടായിട്ടുണ്ട് അവിവേകം, കുട്ടിക്കാലം പോലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് അച്ഛനമ്മമാർ തല്ലും, കാരണവന്മാർ തല്ലും, സ്കൂളിൽ പോയാൽ മാഷുമാരെ തല്ല് കിട്ടും, കഴിഞ്ഞ സുഹൃത്തുക്കൾ തമ്മിൽ വഴക്കൂടി അവിടുന്ന് അടി ഒക്കെ ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരു കാര്യത്തിൽ നമ്മൾ കാര്യം പഠിക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഞാൻ പറയാം, ഷാജഹാൻ സാറ് ഇത് പറഞ്ഞതിന് ശേഷം ഇന്ന് ഞാൻ ഒരു വീഡിയോ ഇടാൻ നടക്കുമ്പോൾ അല്ലെങ്കിൽ ആൾക്കാർ വർത്തമാനം പറയുമ്പോൾ ഞാൻ സ്വയം മാറുകയാണ്. എന്നിലുള്ള ശരിയല്ലായ്മകളെ ഞാൻ എടുത്ത് മാറ്റുകയാണ്. അസുഖം വരുന്ന സമയത്ത് നമ്മൾ ഓപ്പറേഷൻ നടത്തി ആ ഭാഗം മുറിച്ച് കളയില്ലേ എന്ന് പറഞ്ഞ പോലെ. പക്ഷേ വീണ്ടും ഇത് ആവർത്തിക്കുന്ന സമയത്ത് ഇവിടെയുള്ള സമൂഹത്തിലുള്ള ഇങ്ങനെയുള്ള ക്രമമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന പിള്ളേരെ കണ്ടെത്തി അടക്കം വെക്കേണ്ടത്. TJ മോഹൻദാസിൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത്, അദ്ദേഹത്തെ വിലങ്ങ് വെച്ച് കൊണ്ടുപോകുന്ന ചിത്രം ഏത് സോഴ്സിലാണ് ഉണ്ടായതെന്ന് കണ്ടുപിടിച്ച് അതിനെ അടക്കം വയ്ക്കുമ്പോൾ ആ അടക്കം വെച്ച ആളെ വിലങ്ങ് വെച്ച് കൊണ്ടുപോകുന്ന ചിത്രം അതില്ലെങ്കിലും കുഴപ്പമില്ല, അയാളെ പൊക്കി അല്ലെങ്കിൽ അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നൊരു വാർത്ത വന്നാൽ കുറേക്ക് അടക്കം വയ്ക്കുന്നതിന് തുല്യമല്ലേ അത്? ആയതുകൊണ്ട് അത്തരം ഒരു കാര്യം ഈ പോലീസ് വകുപ്പിലെ ആളുകൾ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് ആ കാര്യത്തിൽ ഇടപെടണം എന്ന് പറയാനുള്ള യോഗ്യത എനിക്കുണ്ടോ എന്നറിയില്ല. അവരത് ചെയ്യുന്നുണ്ടോ എന്നും എനിക്കറിയില്ല. പക്ഷേ കണ്ടുവരുന്ന പ്രവണത ആശാസ്യമല്ല. അത് കൂടുതൽ ചൊറിച്ചിലിനും മാന്തലിനും ഇടവരുത്തുകയാണ് ചെയ്യുന്നത്. ഇന്നലെ ഞാനൊരു പോസ്റ്റ് കണ്ടു, അത് ഞാനെവിടെ എടുത്തിട്ടിട്ടുണ്ട്. ഈ മറ്റേ ബോംബിൻ്റെ പോലെയാണ് അത്ര ഹിന്ദുക്കൾ. ഈ TJ മോഹൻദാസിൻ്റെ കാര്യവുമായിട്ടാണ് അത് പറഞ്ഞിട്ടുള്ളത്. ബോംബിൻ്റെ പോലെയാണ് ഹിന്ദുക്കൾ. ബോംബ് എപ്പോഴും മൗനിയാണ്. ഒരു ഫുട്ബോളിൻ്റെ വലിപ്പമൊക്കെയല്ലേ നമ്മൾ ബോംബ് എന്ന് പറയുമ്പോൾ ഒരു ഉണ്ട സാധനം, അതൊരു മൂലയ്ക്കിരിക്കും, യാതൊരു ശബ്ദമില്ലാണ്ടിരിക്കും. പക്ഷെ ഒരിക്കലും അത് ശബ്ദം ഉണ്ടാക്കും. അത് വൻ പൊട്ടിത്തെറിയായിരിക്കും. ഒരാൾ എഴുതിയിട്ടുള്ള ഇതിൽ ഞാൻ കണ്ടതാണ്. അത് വൻ പൊട്ടിത്തെറിയായിരിക്കും. എന്നിട്ട് അതിൻ്റെ അടിയിൽ എഴുതിയിരിക്കുകയാണ് ഹിന്ദുക്കളെ പോലെയെന്ന്. ഹിന്ദുക്കൾ അനങ്ങാതിരിക്കുന്നു, മിണ്ടാതിരിക്കുന്നു. ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ അവരുടെ തെറി പറഞ്ഞ സമയത്ത് ആരും അതിന് പ്രതികരിച്ചില്ല. സുകുമാരൻ നായരെ പറഞ്ഞപ്പോൾ ആരും പ്രതികരിച്ചില്ല. തിരിച്ചോ, അത് ഞാനായിട്ട് ഇനി പറയുന്നില്ല, ആക്കി പറഞ്ഞു വെച്ച കാര്യങ്ങളല്ലേ. ഏതായാലും ഞാൻ ഈ ഒരു കാര്യം നിങ്ങൾ പറയാൻ കാരണം, TJ മോഹൻദാസ് ഇപ്പോഴും പഴയ പോലെ അദ്ദേഹം എവിടെയാണോ ഇരുന്നിരുന്നത് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. എന്തൊക്കെയാണോ ചെയ്തിരുന്നത് അതൊക്കെ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പത്രിക എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ യൂട്യൂബിനകത്ത് ഇപ്പോഴും അദ്ദേഹം വീഡിയോ ഇടുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അതിനെ വലിയ രൂപത്തിൽ മനോഹരമായിട്ട്, അദ്ദേഹം ഒരു വക്കീൽ കൂടിയാണ്. അതിന് മാത്രമല്ല അദ്ദേഹം ഒരു എൻജിനീയർ, അങ്ങനെ എന്തോ സംശയമുണ്ട്. വലിയ പഠിപ്പുള്ള ഒരാളാണ്, ചിന്തകനാണ്, 7-8 പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ്. ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു അദ്ദേഹം, ബുദ്ധി കേന്ദ്രമായിരുന്നു അത്. എനിവേ ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത്, അദ്ദേഹം ഉണ്ട തിന്നുകയല്ല കേട്ടോ, അദ്ദേഹം അഴിക്കുള്ളിൽ പോയിട്ടില്ല കേട്ടോ, അദ്ദേഹത്തിന് ആരും വിലങ്ങു വെച്ചിട്ടുമില്ല കേട്ടോ. അതാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ. അത് പറയാൻ വേണ്ടി ഞാൻ വിളിച്ചു എന്ന് മാത്രം. കേരള പോലീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൈകാര്യം ചെയ്ത് ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം അതിനെ അടക്കം വയ്ക്കുക. അല്ലാതെ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഏതോ ഒരു നിയമമുണ്ടല്ലോ അതുപോലെ അപ്പനെ തലവെട്ടുക, അങ്ങനെ ഒരു കാര്യം കേരളത്തിലുണ്ടാവില്ല. പക്ഷേ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവും. അതുണ്ടാകണമല്ലോ. എനിക്ക് ആ ബുദ്ധിമുട്ടുണ്ടായി. ഞാനത് സന്തോഷത്തോട് സഹിക്കുകയാണ്. ആ ബുദ്ധിമുട്ടിനപ്പുറം എനിക്ക് വന്ന ഹൈലി സർഗാത്മകമായിട്ടുള്ള മാറ്റം അത് വെച്ച് നോക്കുമ്പോൾ ആ ബുദ്ധിമുട്ടുകളെല്ലാം നിസ്സാരം. ഏതായാലും ഈ ഫേക്ക്
മുസ്ലിം നാമധാരികളോട് പറയാനുള്ളത്. എല്ലാം ഫേക്കാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ, മുസ്ലിങ്ങളാണെന്ന് ഞാൻ പറയുന്നില്ല. ഈ ആയിരക്കണക്കിന് മുസ്ലിം നാമധാരികൾ എല്ലാം ഫേക്ക്, സമ്മതിച്ചു. അവരോട് എനിക്ക് പറയാനുള്ളത്, ഇതിൽ ചില ശരികേടുകളുണ്ട് എന്നെനിക്ക് പറയാനുള്ളൂ. അത്രേ എനിക്ക് പറയാനുള്ളൂ. നമസ്കാരം.